ഹലോ, റാസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ സമയത്തും നമ്മുടെ പൂന്തോട്ടം ഇതേപോലെ പൂക്കളോട് നിറഞ്ഞു നിൽക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ അതിന് ഏത് ചെടികൾ വെക്കണം എന്ന് അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇക്സോയ തെച്ചി. ഇത് ഏതൊരു സമയത്തും ഇതേപോലെ നിറയെ പൂക്കളുണ്ടാവും. അത് നമ്മൾ കുറേ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഞാൻ മുന്നേ ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മളെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് എനിക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മഴക്കാലത്ത് എങ്ങനെയാണ് ഇതിനെ കെയർ ചെയ്യേണ്ടതെന്നാണ്. ഈ ഒരു മഴക്കാലത്ത് നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം ചെടികൾ. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ നശിക്കാതിരിക്കാനും കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത്. നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് അതിലൊക്കെ നിറയെ മുട്ടുകളാണ്. ഇതേപോലെ നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും പ്രൂൺ ചെയ്ത് നിർത്തുക. ഈ ഒരു ഇക്സോറ ചെടി ഞാൻ എൻ്റെ ഗാർഡനിൽ അധികം വെയിൽ കിട്ടാത്ത ഏരിയാസാണ് കൂടുതലുള്ളത്. പക്ഷേ എന്നിട്ടും എനിക്ക് ഇതേപോലെ നിറയെ പൂക്കൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെയിൽ ഓവറായിട്ട് വേണ്ട ഒരു ചെടിയേ അല്ല കേട്ടോ ഇത്. നോർമലായിട്ടൊരു 3-4 മണിക്കൂർ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമായാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ കിട്ടുന്ന ഒരു നിർബന്ധമില്ല. പിന്നെ വെള്ളമാണെങ്കിലും ഇതിനങ്ങനെ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. നമ്മുടെ സോയിൽ നന്നായിട്ട് ഡ്രൈ ആണെങ്കിൽ മാത്രം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നാൽ തന്നെ ഇതിൽ നിറയെ പൂക്കളും എല്ലാം ഉണ്ടായിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതേപോലെയാണ് കേട്ടോ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്താൽ. ഇതേപോലെ ഒരു ബുഷിയായിട്ട് ഉണ്ടാകുന്ന ഒരു ഇക്സോറ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. ഇതിൽ നിറയെ നല്ല റെഡ് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാവലുണ്ട്. ഇപ്പോൾ ഞാൻ പ്രൂൺ ചെയ്തിട്ട് ഏകദേശം ഒരു 1 മന്ത് ആവാറായി. അപ്പോഴത്തേനും ഇതേപോലെ കുറേ പുതിയ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. നല്ല ബുഷിയായി ഒന്നും കൂടി ചെടി, പുതിയ മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. എന്നാൽ ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് നിറയെ പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് അത് ഫുള്ളും പുതിയ മൊട്ടുകളായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ പിന്നെ ചെടി അങ്ങനെ ഓവറായിട്ട് വളർന്നു പോയിട്ട് അതിൻ്റെ തലപ്പത്ത് പൂവിടുന്നത് അതൊരു വൃത്തികേടാണ് കാണാനല്ലേ. പക്ഷേ ഇതേപോലെ ബുഷിയായിട്ട് നിന്നിട്ട് നമുക്ക് നല്ല പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു ചെടി കാണാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സങ്കടമാവും ചിലപ്പം, ഒരുപാട് വളർന്നു പോയി നമ്മുടെ പ്ലാന്റ് കട്ട് ചെയ്ത് മാറ്റി എല്ലാവർക്കും നല്ല വിഷമമാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ ആദ്യത്തേനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് മസ്റ്റായിട്ടും എല്ലാവരും അതൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിലൊന്ന് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഏതെങ്കിലും ചെടികളെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.